ശ്രീ രാഹുൽ ഈശ്വർ, വിനായകന്റെ വലിയൊരു സപ്പോർട്ടറായിരുന്നുവല്ലോ താങ്കൾ. ഇപ്പോഴുമാണോ എന്ന് എനിക്കറിയില്ല. അത് മാത്രമല്ല, വിനായകന് പലതവണയും വിനായകന് ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരവസരം കൊടുക്കൂ എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എൻ്റെ ചർച്ചയിലും വന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് രാഹുൽ. ഇപ്പോഴും അങ്ങനെയാണോ രാഹുൽ? അല്ല, അങ്ങനെയല്ല ശ്രീ മഞ്ജുഷ്. വിനായകൻ അടക്കമുള്ളവരോട് നമ്മളൊരു പോസിറ്റീവായ അപ്രോച്ച് എടുക്കണം. വിനായകൻ അവസരം കൊടുക്കണം എന്ന് വിശ്വസിച്ചാണ്. പക്ഷേ വിനായകൻ ഓരോ തവണയും വിനായകൻ എന്ന കലാകാരനെ ബഹുമാനിക്കുന്നവരെ നിരാശപ്പെടുത്തുകയാണ്. വിനായകൻ എന്ന് പറയുന്ന വ്യക്തി ഓരോ തവണയും അദ്ദേഹം ചെയ്തത് ഒന്നെങ്കിൽ മദ്യാസക്തിയിലായിരിക്കും. കാര്യം അദ്ദേഹത്തിലെ കലാകാരനെ നമുക്കെല്ലാം ബഹുമാനമാണ്. രജനീകാന്തിന്റെയും മോഹൻലാലിന്റെയും അടക്കം പ്രധാന വില്ലനായിട്ട് അഭിനയിക്കാൻ കഴിയുന്ന മലയാളത്തിലെ ഒരു സ്റ്റാറാണ്. പക്ഷെ അദ്ദേഹം എല്ലാ ലിമിറ്റ്സും ക്രോസ് ചെയ്യുകയാണെന്നുള്ളതാണ്. അത് ബഹുമാനപ്പെട്ട VS-നെ കുറിച്ചാണെങ്കിലും പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ചാണെങ്കിലും അദ്ദേഹം നഗ്നതാ പ്രദർശനമാണെങ്കിലും ഇപ്പൊ അപർണയെ കുറിച്ച് എഴുതിയതാണെങ്കിലും ഇത് വളരെ മോശമായ ഒരു ആറ്റിറ്റ്യൂഡാണ്. ഇപ്പൊ ഞങ്ങൾക്ക് നേരത്തെ മനസ്സിലായതാണ് ഈ ക്രോസ് എല്ലാം പണ്ടേ ഇതെല്ലാം ക്രോസ് ചെയ്ത് കഴിഞ്ഞു എന്ന്. പക്ഷെ രാഹുലിനെ തിരിച്ചറിയാൻ വൈകി. ഒരു പക്ഷേ തിരിച്ചറിയാൻ വൈകി എന്ന് പറഞ്ഞാലും തെറ്റില്ല. കാര്യം വിനായകനെതിരെ ഏതെങ്കിലും രീതിയിൽ ആക്ഷൻ വേണം. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ വിനായകനൊക്കെ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്നതാണ്. ഇതില് ഒരു ജാതിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വിഷയം പറഞ്ഞാൽ അതിനെ ജാതി എന്ന ഡിഫൻസ് ഉയർത്തി, നേരത്തെ ശ്രീ വസന്ത് പറഞ്ഞത് വളരെ പ്രസക്തമാണ്. നേരെ തിരിച്ച് ഇങ്ങനെ പറഞ്ഞ ചില കാര്യങ്ങൾ ആരെങ്കിലും വസന്തിനെതിരെ പരാതി കൊടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ പ്രാഥമിക അന്വേഷണം ഇല്ലാതെ FIR ഇട്ട് അറസ്റ്റ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവും. ഇവർ യഥാർത്ഥത്തിലെ നമ്മുടെ പിന്നോക്ക വിഭാഗത്തിന്റെ ജനുവിനായ പ്രശ്നങ്ങളെ ഇവർ ഉയർത്തുന്നില്ലെന്ന് മാത്രമല്ല, ജാതിസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇപ്പൊ അടൂർ ഗോപാലകൃഷ്ണൻ സാറിന്റെ തന്നെ പോസ്റ്റ് നമ്മൾക്ക് കാണാം. അടൂർ ഗോപാലകൃഷ്ണൻ ഉണ്ണിത്താൻ എന്ന് പറയുകയും ദാസേട്ടനെ കുറിച്ച് ആരെ കുറിച്ച് പറയുന്നത് മോശമാണ്. നമ്മൾ ഗാനഗന്ധർവനായി ദൈവീക ശബ്ദമായി കാണുന്ന ദാസേട്ടനെ കുറിച്ച് പറയാൻ നമുക്ക് ഒരു വേദിയിൽ ഡിസ്കസ് ചെയ്യാൻ പോലും പറ്റാത്ത പല കാര്യങ്ങളും പറയുകയൊക്കെ ചെയ്യുന്നത് എങ്ങനെയാ ക്ഷമിക്കാൻ പറ്റുക? അപ്പൊ സിനിമാ സംഘടനകളടക്കം അതൊന്ന് ശരിയാക്കണം. ഇടയ്ക്ക് പ്രതീക്ഷ വെച്ചിരുന്നു ജയസൂര്യൊക്കെ. ഒരു കാര്യം കൂടെ, നടൻ ജയസൂര്യൊക്കെ വിനായകനെ അമ്പലത്തിലൊക്കെ കൊണ്ടുപോയി വിനായകനെ ജയസൂര്യ നന്നാക്കുമെന്നൊക്കെയുള്ള പ്രതീക്ഷ പല ആൾക്കാരും വെച്ചിരുന്നു. വിനായകന്റെ കഴിവിനെ ആരും കുറച്ച് കാണുന്നില്ല. സിനിമാ രംഗത്ത് നിന്ന് ആരും ഇക്കാര്യത്തിൽ അഭിപ്രായം പറയുന്നില്ല എന്നതാണ്. വിനായകനെതിരെ ഒരക്ഷരം ഇവരാരും മിണ്ടുന്നില്ല. അമ്മ സംഘടനയിൽ വിനായകൻ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും വിനായകനെതിരെ ഒരക്ഷരവും പറയില്ല. ഈ ചർച്ചയ്ക്ക് വിളിച്ചാൽ പോലും സ്കിപ്പ് ചെയ്തു പോകും. ഒരു കാര്യം ശ്രീ വസന്ത് പറഞ്ഞതിനോട് ഒരു യോജിപ്പ് പറഞ്ഞോട്ടെ. CPM-കാർ ആക്റ്റീവായി വന്ന് വിശാലാക്ഷരത്തിൽ സോക്കോൾഡ് ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണല്ലോ വിനായകൻ. ചെയ്യുന്നത് ഈ മാന്യതയും മര്യാദയും ലംഘിക്കുകയാണ്. ഈ രീതിയിൽ മുമ്പോട്ട് വന്ന് അവര് പറയാൻ തയ്യാറാകണം. വിനായകൻ എന്തായാലും BJP-യോ കോൺഗ്രസോ ആണെന്ന് ആർക്കും അഭിപ്രായം ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് കൂടുതലും ഇടതുപക്ഷത്തോടോ അല്ലെങ്കിൽ ഇടതുപക്ഷ ദളിത് ഐക്യത്തോടോ ഒക്കെ ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ്. CPM-കാർ വന്ന് ഇടതുപക്ഷക്കാര് വന്ന് കാര്യമായി വിനായകനെ ഗുണദോഷിക്കുകയോ അല്ലെങ്കിൽ ശിക്ഷിക്കുകയോ ഏതെങ്കിലും രീതിയിൽ വേണം. വിനായകന്റെ സ്റ്റേച്ചറിൽ നിൽക്കുന്ന ഒരാൾ അല്ലെങ്കിൽ വരുന്ന തലമുറകൾക്ക് വളരെ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ആണ്, ചീത്ത ഇൻഫ്ലുവൻസ്. രാഹുൽ ഈശ്വർ വിനായകനെ കുറിച്ചുള്ള നിലപാട് മാറ്റിയിരിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടി ഈ ചർച്ചയ്ക്കുണ്ട്. വിനായകനെ എന്നും സപ്പോർട്ട് ചെയ്തു വന്നിരുന്ന രാഹുൽ ഈശ്വരനും ഇപ്പോൾ വിനായകനെ കുറിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. രാഹുൽ ഇപ്പോൾ പറഞ്ഞതിന് നേരത്തെ തന്നെ വസന്ത് മറുപടി നൽകിയിരുന്നു. കാരണം ഈ പറയുന്ന സോക്കോൾഡ് CPM-ന് വിനായകനെ ആവശ്യമുണ്ട്. എന്തിനാണ് വലതുപക്ഷക്കാരെ ചീത്ത വിളിക്കാൻ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളെ ചീത്ത വിളിക്കാൻ? അത് ഉമ്മൻചാണ്ടി മരിക്കുന്ന സമയത്ത് പോലും വിനായകൻ ചീത്ത വിളിച്ചുകൊണ്ടേയിരുന്നു. അതിന് കയ്യടി കിട്ടിയിരുന്നു ഇടത് ഹാൻഡിലുകളിൽ നിന്ന്, പ്രത്യേകിച്ച് CPM-ന്റെ ഭാഗത്ത് നിന്ന്. അതാണ് CPM വിലക്കാത്തത് ഈ പറയുന്ന വിനായകനെ. കേസ് വന്നാലും സ്റ്റേഷൻ ജാമ്യത്തിൽ പോകാൻ അനുവദിക്കുന്നത് അതുകൊണ്ടാണ്. അല്ല, അവിടെ ഒരു കാര്യം, എന്നിട്ട് ഈ ദളിത് ഡിഫൻസ് കൂടെ പറയും. നാളെ ശ്രീമതി ധന്യാരാമൻ, ശ്രീ ദിനു അടക്കമുള്ള ഒരുപാട് പേർ ജനുവിനായ കാര്യം അവര് മുമ്പോട്ട് കൊണ്ടുവരുമ്പോൾ ഈ ദളിത് ഡിഫൻസിന്റെ പേരിൽ അവർ പറയുന്ന വാദഗതികളുടെ ശക്തി കുറയും. അവിടെയാണ് വിനായകൻ യഥാർത്ഥത്തിൽ പൊതുശല്യം എന്ന വാക്കൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. പക്ഷേ വിനായകന്റെ ആ സമൂഹത്തിനും നമ്മുടെ സമുദായങ്ങൾക്കും എല്ലാം ദ്രോഹം ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അസഭ്യവും എന്താ പറയണേ വൃത്തികേടും മാത്രം പറഞ്ഞു നിൽക്കുന്ന അദ്ദേഹം തിരുത്തണം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നടപടികൾ നേരിടണം.